നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം രാജമൗലിയുടെ പുതിയൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. രാജമൗലി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ അല്ല, പാൻ വേൾഡ് ലെവലാണെന്നാണ്. ഇതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു പോസ്റ്റർ വന്നത്. ഇത് കണ്ടിട്ട് തന്നെ ചിരി വരുന്നുവെന്നും രാജമൗലിയുടെ ഫസ്റ്റ് ബോംബാണിതെന്നാണ് നോർത്തിലും സൗത്തിലും അടക്കം പലരും പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ രാജമൗലിക്ക് ഇത്രയും ട്രോളുകൾ വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു പോസ്റ്ററിന് എന്താണ് സംഭവിച്ചതെന്നും മൊത്തത്തിൽ ഈ ഒരു സിനിമയെ പറ്റി നോക്കാം. പലരും പറയുന്നു ഇത് പോസ്റ്ററിന്റെ കുഴപ്പമാണ്, ചിലർ പറയുന്നു പൃഥ്വിരാജിന്റെ കുഴപ്പമാണ്, മറ്റു ചിലർ പറയുന്നത് ഇത് രാജമൗലിയുടെ സിനിമയുടെ കുഴപ്പമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പോസ്റ്റേഴ്സ് എല്ലാം സിനിമയുടെ സീനിന്റെ ചിഹ്നം വെച്ച് ഉണ്ടാക്കുന്നതാണെങ്കിലും മറ്റു ചില പോസ്റ്റേഴ്സ് സിനിമയിലെ സീൻ അല്ലാതെ സെപ്പറേറ്റ് ആയി ഫോട്ടോഷോപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യും. പോസ്റ്റർ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി ഒരു ടീം തന്നെയുണ്ട്. കാരണം നമ്മളടക്കം ഭൂരിഭാഗം ആളുകൾ ഈ പോസ്റ്റേഴ്സിലൂടെയാണ് ഏത് സിനിമയാണ് തിയേറ്റേഴ്സിൽ കളിക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പോസ്റ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ലൊരു അട്രാക്ഷൻ വേണം. സിനിമയ്ക്ക് നല്ല മാസായ അടിപൊളി പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം പോസ്റ്റർ ഡിസൈനേഴ്സിന്റെ കഴിവാണ്. പോസ്റ്റർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നടനോ ഡയറക്ടറായോ നേരിട്ടൊരു ബന്ധമില്ല. നമ്മൾ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ AI പോലെ തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പോസ്റ്ററിന് സിമട്രി ഷേപ്പ് കൂടുതലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ടയർ എല്ലാത്തിന്റെ അളവ് പെർഫെക്റ്റ് ആയി തുല്യമായിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ പൊതുവെ സിമട്രി ഫോളോ ചെയ്യുന്നത് നമ്മുടെ AI തന്നെയാണ്. AI ഉണ്ടാക്കുന്നതിന്റെ എല്ലാ അളവും പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ മമ്മൂക്കയടക്കം ഭൂരിഭാഗം മനുഷ്യന്റെയും മുഖത്തിന്റെ രണ്ട് സൈഡും ഒരളവിലല്ല. ഇനി മമ്മൂക്കയുടെ ഫോട്ടോ റെഫറൻസ് ഇല്ലാതെ AI-നോട് മമ്മൂക്കയുടെ ഫോട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി തരും. ഇവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറൻസ് തോന്നുന്നതെന്നാൽ രണ്ട് സൈഡും ഒരേ അളവാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ലാലേട്ടനെ നോക്കാം. ഇതാണ് നാച്ചുറൽ ലാലേട്ടൻ. ഇനി സിമട്രി ആയാൽ ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ കാര്യം ആ ഒരു റോബോട്ടിക് കൈയിന്റെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള കൈകൾ നമ്മൾ സ്പൈഡർമാൻ സിനിമയിലെ ഡോക്ടർ ഒക്ടോബസിൽ കണ്ടിട്ടുണ്ട്. നമുക്കതുകൊണ്ട് കോപ്പി അടിച്ചതുപോലെ ഫീൽ ചെയ്യും. മാത്രമല്ല ഈ ഒരു പോസ്റ്ററിന്റെ റോബോട്ടിക് കൈകൾ ഒരു പെർഫെക്ഷൻ ഇല്ല, ഷേഡോസ് തമ്മിൽ മാച്ച് ആവുന്നില്ല. മറ്റൊരു കാര്യമാണ് പോസ്റ്ററിന്റെ കളറിങ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു മെയിൻ കാര്യമാണ് മെറ്റലിന്റെ ടെക്സ്ചർ ചെറുതായി ഒരു പ്ലാസ്റ്റിക് ലുക്ക് ഫീൽ ചെയ്യുന്നു. മറ്റൊരു കാര്യമാണ് നിലവിൽ പൃഥ്വിരാജിന്റെ പഴയ സിനിമകൾ യൂസ് ചെയ്ത് ഇൻസ്റ്റാ റീൽസിലല്ല ഓൾറെഡി പൃഥ്വിരാജിനെ ആളുകളെല്ലാം ചേർന്ന് എയറിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം 24 സിനിമയിൽ ആത്രയൻ എന്ന സൂര്യയുടെ ഒരു മാസ് വില്ലൻ ക്യാരക്ടറുണ്ട്. നല്ല ഫാൻ ബേസ് ഉള്ള വില്ലനാണ്. പല ആളുകളും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ രണ്ടും കമ്പയർ ചെയ്താൽ ഡിസൈനും എക്സ്പ്രഷനും എല്ലാം കൊണ്ടും സൂര്യയുടെ പോസ്റ്ററാണ് അല്പം കൂടി പവർ തോന്നിക്കുന്നത്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പൃഥ്വിരാജിന്റെ പോസ്റ്റർ ഡൗൺ ആണ്. ഈ ഒരു സിനിമയുടെ ലേറ്റസ്റ്റ് പോസ്റ്റർ നോക്കിയാൽ അത്യാവശ്യം നല്ല പോസ്റ്ററാണ്. ഇനി നമ്മൾ ഈ ഒരു സിനിമയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്ററിൽ കോമഡി ആണെങ്കിലും സിനിമയിൽ എന്തായാലും വില്ലൻ മാസ് ആയിരിക്കുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം നമ്മൾ ഇതുവരെ ഇറങ്ങിയ എല്ലാ രാജമൗലി സിനിമ നോക്കിയാലും വില്ലന്മാർ നായകന്റെ ഒപ്പം അല്ലെങ്കിൽ നായകനേക്കാൾ പവർഫുൾ ആണ്. നായകന്റെ വിജയത്തിൽ ഓഡിയൻസിന് ഒരു ഫീലിങ്സ് കിട്ടണമെങ്കിൽ വില്ലൻ അത്രയും പവർഫുൾ ആയിരിക്കണമെന്നാണ് രാജമൗലിയുടെ പ്രധാന റൂൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാഹുബലിയേക്കാൾ പവർഫുൾ ആണ് പലുവാൾ ദേവൻ എന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. പലരും കമന്റ് ചെയ്തു ബാഹുബലിയാണ് പവർഫുൾ. നമ്മൾ പറഞ്ഞിരുന്നു ഇത് രാജമൗലി പറഞ്ഞൊരു കാര്യമാണ്. രാജമൗലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഫിസിക്കൽ സ്ട്രെങ്ത് ബാഹുബലിയേക്കാൾ കൂടുതൽ പലുവാൾ ദേവനാണ്. നമ്മൾ അറിയേണ്ട കാര്യം ബാഹുബലിയുടെ ഡാഡി, പലുവാൾ ദേവന്റെ ഡാഡി, ഈ ഒരു സ്റ്റോറി അടക്കം എല്ലാം കുത്തിയിരുന്ന് എഴുതിയത് രാജമൗലിയുടെ ഡാഡിയാണ്. അതായത് ഫേമസ് റൈറ്ററായ വിജയേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ രാജമൗലിയും ഡാഡിയും പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടത്? രാജമൗലി പറയുന്നതനുസരിച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് പലുവാൾ ദേവനാണ് കൂടുതൽ. രാജമൗലി തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ വില്ലനെ കണ്ടുപിടിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടിയത്. ബാഹുബലിക്ക് ചേട്ടന്റെ സ്ഥാനത്ത് വരുന്ന വെറുതെ ഒരു വില്ലൻ മതിയെങ്കിൽ രാജമൗലിക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മസിലുള്ള ഒരുപാട് നടന്മാരുണ്ട്. ബാഹുബലി ക്യാരക്ടർ തന്നെ 6 അടി ഹൈറ്റും ഉണ്ട്. ചേട്ടന്റെ സ്ഥാനത്തുള്ള വെറുതെ ഒരു ക്യാരക്ടർ മതിയെങ്കിൽ പ്രഭാസിന്റെ ഹൈറ്റും ബോഡിയും ഉള്ള ഒരുപാട് നടന്മാരുണ്ട്. പക്ഷേ പലുവാൾ ദേവൻ ഫിസിക്കലി സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാജമൗലി ഒരുപാട് തപ്പി പ്രഭാസിനേക്കാൾ ഹൈറ്റും ബൾക്കിയുമായ നമ്മുടെ റാണയെ കൊണ്ടുവരുന്നത്. പലരും ചോദിച്ചിരുന്നു ബാഹുബലിയുടെ ഡാഡി അഥവാ അമരേന്ദ്ര ബാഹുബലിയും പലുവാൾ ദേവനും തമ്മിൽ ഇടികൂടിയാൽ ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അമരേന്ദ്ര ബാഹുബലിയായിരിക്കും. പ്രൈം പലുവാൾ ദേവനെ തോൽപ്പിക്കാൻ വളരെ ടഫായിരിക്കുമെങ്കിലും അവസാനം ജയിക്കുന്നത് അമരേന്ദ്ര ബാഹുബലി തന്നെയായിരിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ ഫിസിക്കൽ സ്ട്രെങ്ത് പലുവാൾ ദേവന് കൂടുതലാണെങ്കിലും അമരേന്ദ്ര ബാഹുബലിയും നല്ല പവർഫുൾ ആണ്. പലുവാൾ ദേവനുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുറവാണെന്നേ ഉള്ളൂ. ഇതുപോലെ അമരേന്ദ്ര ബാഹുബലിയുടെ കാര്യം നോക്കിയാൽ ബുദ്ധിശക്തി പലുവാൾ ദേവനേക്കാൾ
ഒരല്പം കൂടുതൽ ബാഹുബലിക്കാണ്. ഇതുകൊണ്ട് തന്നെ ബാഹുബലിക്ക് നല്ലൊരു വെപ്പൺ സ്കില്ലുമുണ്ട്. പലതരത്തിലുള്ള വെപ്പൺസ് യൂസ് ചെയ്യാൻ അറിയാം. കൈ കിട്ടിയതെല്ലാം വെപ്പണാക്കുന്നു. മകനും ഡാഡിയുടെ പോലെയുള്ള കഴിവുകളുണ്ട്. കട്ടപ്പ ഡാഡിയെ പോലെ ചിന്തിക്കാൻ പറയുമ്പോഴാണ് മകൻ പന വളച്ചു ചാടുന്നത്. ഇനി പലിവാൾ ദേവനെ യൂസ് ചെയ്യുന്നത് ആ ഒരു വെയിറ്റ് ഉള്ള വെപ്പണാണ്. അത് ശക്തിയുടെ പ്രതീകമാണ്. വെപ്പൺസ് ഇല്ലാതെ മല്ലയുദ്ധം പോലെ കൈകൊണ്ടുള്ള ഇടിയാണെങ്കിൽ അവിടെ പലിവാൾ ദേവൻ ജയിക്കുക. മറ്റൊരു കമന്റ് കണ്ടതാണ്, കാലകേന്റെ യുദ്ധത്തിൽ ബാഹുബലി ഇല്ലായിരുന്നെങ്കിൽ ഇവർ തോറ്റുപോയാനേന്ന്. അത് ശരി തന്നെയാണ്. ബാഹുബലിയുടെ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ കാലകേനുമായുള്ള യുദ്ധത്തിൽ തോറ്റുപോകുമായിരുന്നു. പക്ഷെ കാലകേൻ മാത്രമായി ഫൈറ്റ് ചെയ്താൽ ബാഹുബലിക്ക് കാലകേനെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് അതൊട്ടും ശരിയല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പലിവാൾ ദേവൻ ഒരു ഇടി മാത്രമേ കാലകേൻ ഇടിച്ചു, പിന്നീട് ടൈം കിട്ടുന്നില്ല. കാലകേന്റെ ടീം വന്ന് വളയുന്നു. ബാഹുബലിക്കാണ് ടൈം കിട്ടിയത്. ഇടിച്ച ഇടിയെല്ലാം നല്ല പവർഫുൾ ആണ്. ഈ ഒരു സിനിമയിൽ എവിടെയും ബാഹുബലിയേക്കാൾ പവർ കുറവാണ് പലിവാൾ ദേവൻ എന്ന് കാണിച്ചിട്ടില്ല. ഡാഡിയെയും മോനെയും ചേർത്ത് ബാഹുബലിക്കാണ് സ്ക്രീൻ ടൈം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പവർഫുൾ സീനുകൾ കൂടുതൽ കണ്ടത് ബാഹുബലിയുടേതാണ്. ബാഹുബലിയുടെ മകൻ എങ്ങനെയാണ് പലിവാൾ ദേവനെ തോൽപ്പിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നീട് ഒരു വ്യത്യസ്തമായ കമന്റ് കണ്ടത്, ബാഹുബലിയെ കൊല്ലിച്ചത് പലിവാൾ ദേവനാണെന്ന് അറിഞ്ഞപ്പോൾ കട്ടപ്പയ്ക്ക് പലിവാൾ ദേവനെ അറ്റാക്ക് ചെയ്തോടായിരുന്നോ എന്ന് വളരെ വ്യത്യസ്തമായ ഒരു കമന്റ് ആയിരുന്നു അത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കട്ടപ്പ തലമുറകളായി ആ ഒരു റോയൽ ഫാമിലിയുടെ സേവകനാണ്. പലിവാൾ ദേവൻ കിങ് ആണ്. കട്ടപ്പ ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. ഇനി അഥവാ സ്വന്തമായ ഒരു ഡിസിഷൻ എടുത്ത് പലിവാൾ ദേവനെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോയാൽ തന്നെ നമ്മൾ ഒരു സീനിൽ കണ്ടതാണ്, പലിവാൾ ദേവൻ ചവിട്ടിയപ്പോൾ തന്നെ കട്ടപ്പ പറന്നു പോകുന്നത്. അഥവാ അറ്റാക്ക് ചെയ്താൽ പലിവാൾ ദേവൻ കട്ടപ്പയുടെ 16 വരെ നടത്തും. അതുകൊണ്ട് തന്നെ ബാഹുബലിയുടെ ഡാഡി അല്ലെങ്കിൽ മകൻ വേണം. ഇതിനുശേഷമാണ് മകനെ കിങ്ങാക്കുന്നതും മകൻ മരിച്ചു എന്നെല്ലാം കരുതുന്നതും. ഇനി അഥവാ മകൻ അവിടെ വളർന്നാൽ പ്രായപൂർത്തിയാകുന്നത് വരെ പലിവാൾ ദേവൻ തന്നെയായിരിക്കും കിങ്. പക്ഷെ മകൻ മരിച്ചു എന്ന് കരുതി അങ്ങനെ നമ്മൾ ഈച്ച മകധീര എല്ലാ സിനിമ നോക്കിയാലും മികച്ച വില്ലന്മാരാണ്. പലരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ബ്രാൻഡ് ഡയറക്ടേഴ്സിന് പറ്റിയതുപോലെ രാജമൗലിക്കും പറ്റുമെന്ന്. നമുക്ക് പോസ്റ്റർ കണ്ടൊരു പടം ഫ്ലോപ്പ് ആണെന്ന് പറയാൻ കഴിയില്ല. ഫ്യൂച്ചറിൽ രാജമൗലിയുടെ പടം ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല എന്ന് പറയാനും കഴിയില്ല. രാജമൗലിയുടെ പടത്തിന്റെ ബഡ്ജറ്റ് കൂടി വരികയാണ്. ഈ ഒരു സിനിമ തന്നെ 1000 കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉണ്ട്. 2000 കോടിക്ക് മേലെ നേടിയാൽ മാത്രമേ ഒരു ഡീസന്റ് വിജയമാവുകയുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് എന്തായാലും വിജയം വേണം. നമുക്കറിയാം RRR സിനിമയല്ല ഇന്ത്യക്ക് പുറത്ത് വൈറലായിരുന്നു. ഈ ഒരു സിനിമയും ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഹിറ്റാവാം. രാജമൗലിയുടെ പവർ എന്താണെന്നാൽ ഒന്നാമത്തേത് മികച്ച ഡയറക്ഷൻ സ്കില്ലാണ്. മറ്റൊന്നാണ് രാജമൗലിയുടെ ഡാഡി വിജയേന്ദ്ര പ്രസാദ് വളരെ ഫേമസ് റൈറ്ററാണ്. രാജമൗലി സിനിമകൾ കൂടാതെ വളരെ ഫേമസ് ആയ മറ്റ് സിനിമകളും എഴുതിയിട്ടുണ്ട്. 2015 അഥവാ ബാഹുബലി 1 ഇറങ്ങിയ ടൈമിൽ ബോളിവുഡിൽ ബജറംഗി ബൈജാൻ എന്ന സിനിമ കൂടി ഇറങ്ങിയിരുന്നു. സൽമാൻ ഖാൻ ആയിരുന്നു നായകൻ. 90 കോടി ബഡ്ജറ്റിൽ വന്ന് 922 കോടി കളക്ഷൻ നേടി. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമകളിലൊന്ന്. ഒരു കുട്ടി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ പെട്ടുപോകുന്നു. തിരിച്ച് പാകിസ്ഥാനിൽ വിടാൻ പോകുന്ന ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്. ഹിന്ദി അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ ലാഗില്ല. നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാവും. സബ് ടൈറ്റിലേ വേണ്ട, മസ്റ്റ് വാച്ച് സിനിമയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് വിജയേന്ദ്ര പ്രസാദ്. ഇതുപോലെ മെർസൽ സിനിമയടക്കം ഒരുപാട് സിനിമകളുണ്ട്. മറ്റൊരു പവറാണ് രാജമൗലിയുടെ കസിനായ കീരവാണി. മാസം ക്ലാസും മിക്സായ മികച്ച മ്യൂസിക്കാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഓസ്കാർ വരെ നേടിയ വ്യക്തിയാണ്. 3 പേരും ചേരുമ്പോൾ നല്ല പവർഫുൾ ആണ്. രാജമൗലി നല്ല ടൈം എടുത്ത് പതുക്കെയാണ് സിനിമ ചെയ്യുന്നത്. ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. റൈറ്ററും ഡയറക്ടറും വേറെ വേറെ ആളായാൽ സിനിമ കൂടുതൽ നന്നാക്കാം. ഒരു റൈറ്റർ സിനിമയിൽ നടക്കുന്ന സ്റ്റോറി മൊത്തം മുഴുവനായി ചിന്തിച്ചെഴുതണം. ഒരു ഡയറക്ടർ അത് സിനിമയിൽ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് സീനുകൾ ചിന്തിച്ചുണ്ടാക്കണം. ഒരാൾ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്താൽ അതൊരു ഓവർലോഡാണ്. നല്ല ടൈം കിട്ടിയില്ലെങ്കിൽ സിനിമ മികച്ചതാവണമെന്നില്ല. ഒരു ചെറിയ ടൈമിനുള്ളിൽ രണ്ടും ഒരുമിച്ച് ചെയ്താൽ ചില കുറവുകൾ പിടിയും. ഇമാജിനേഷൻ ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആയെന്ന് വരാം. എപ്പോഴും ഫ്രഷ് ഐഡിയാസ് വരണമെന്നില്ല. എന്തൊക്കെയായാലും രാജമൗലി വില്ലന്മാരുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇതുവരെ കുറവ് വരുത്തിയിട്ടില്ല. സിനിമ മികച്ചതാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.